റിലേഷൻഷിപ്പിൽ ആയാലും കുടുംബജീവിതത്തിൽ ആയാലും സൗഹൃദത്തിൽ ആയാലും ബന്ധങ്ങൾ നശിക്കുന്നതിന് പ്രധാനമായും 5 കാരണങ്ങൾ ആണുള്ളത്. 1. അവഗണന. നിങ്ങൾ ഓരോ തവണയും ആ വ്യക്തിയെ അവഗണിക്കുമ്പോൾ ആ ഓരോ തവണയും ആ വ്യക്തി നിങ്ങളില്ലാതെ ജീവിക്കാൻ പഠിക്കുകയാണ്. സാവധാനത്തിൽ നിങ്ങൾ ഇല്ലാതെയും ജീവിക്കാൻ പറ്റും എന്ന് അവർക്ക് ബോധ്യമാകും. നിങ്ങളുടെ മുൻഗണനകളിൽ വരുന്ന മാറ്റങ്ങൾ അവർ ശ്രദ്ധിക്കും. മുമ്പ് അവർക്ക് നൽകിയിരുന്ന പരിഗണനകൾ കിട്ടാതെ വരുമ്പോൾ അവർ ഇമോഷണൽ ആകാൻ തുടങ്ങും. പിന്നെ അവർക്ക് നിങ്ങളില്ലാതെയും മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ വരും. അതെ, അവർ വളർന്നു തുടങ്ങുകയാണ്, ഒരിക്കലും വീണ്ടും നിങ്ങളിലേക്ക് മടങ്ങി വരാത്ത വിധം. ഇനി രണ്ടാമത്തെ കാര്യം, നുണ പറയൽ. നിങ്ങൾ ഒരു വ്യക്തിയോട് കള്ളം പറഞ്ഞുവെന്ന് അവർക്ക് മനസ്സിലാവുമ്പോൾ അവർ പറ്റിക്കപ്പെട്ടു എന്ന വേദനയാണ് അവർക്ക് നിങ്ങൾ നുണ പറഞ്ഞതിനേക്കാൾ ഏറെ ഉണ്ടാകുന്നത്. സ്നേഹിക്കുന്ന ഒരാൾ പറ്റിക്കപ്പെടുന്നത് ഏറ്റവും വേദനയുണ്ടാക്കുന്ന ഒന്നാണ്. മൂന്നാമത്തെ കാര്യം, മെസ്സേജ് അയക്കാതെയോ മിണ്ടാതെയോ ഇരിക്കുന്നത്. നിങ്ങൾ മെസ്സേജ് അയക്കാത്തതിൻ്റെയും വിളിക്കാത്തതിൻ്റെയും കാരണങ്ങൾ അറിയാനും കേൾക്കാനും ആർക്കും താൽപ്പര്യം ഉണ്ടാവില്ല. പരസ്പരം കമ്മ്യൂണിക്കേഷന്റെ കുറവ് വരുന്നത് ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്നും നിങ്ങൾ മാഞ്ഞു പോകാൻ ഇടയാക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് അവർക്ക് തോന്നിത്തുടങ്ങും. ഇതിൽ നിന്നും അവർ പിന്നോട്ട് പോകാൻ തുടങ്ങും. നാലാമത്തെ കാര്യം, ബന്ധം നിലനിർത്താൻ നിങ്ങൾ ഒരു എഫോർട്ടും കാണിക്കാതെ പോകുന്നത്. സ്നേഹത്തിനു വേണ്ടി ഒരിക്കൽ യാചിച്ച പോലെ പിന്നീട് ആ ബന്ധം നിലനിർത്താൻ നിങ്ങൾ ഒരു റിസ്ക്കും എടുക്കുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആവേശത്തിന്റെ ആഗ്രഹം കുറക്കുന്ന ഒന്നാണ് നിങ്ങൾ വീണ്ടും അവരുടെ മുന്നിൽ നുണ പറഞ്ഞ് തെറ്റ് ചെയ്തു ഒരു താൽപര്യം എടുക്കാതെ ഒരാഗ്രഹവുമില്ലാതെ നിങ്ങളോട് യാചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം, വളരെ തിരക്കുള്ളതായ അഭിനയിക്കുന്നത്. ഒരാൾ എത്ര തിരക്കിലാണെങ്കിലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടി മാറ്റിവെക്കാൻ അവർക്ക് സമയം കിട്ടും. ഒരു ആൾ തിരക്കിലാകുന്നതും തിരക്കുള്ളതായി അഭിനയിക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തങ്ങൾക്ക് വേണ്ടി ടൈം മാറ്റിവെച്ചവർ പെട്ടെന്ന് ബിസിയായി മാറുമ്പോൾ ബന്ധങ്ങളിൽ തീർച്ചയായും വിള്ളലുകൾ തുടങ്ങും. ഒരു ബന്ധവും ഒരു രാത്രി കൊണ്ട് അവസാനിക്കുന്നതല്ല, നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും താൽപ്പര്യമില്ലായ്മ കൊണ്ടും സംഭവിച്ചു പോകുന്നത് മാത്രമാണ്. ബൈ മോട്ടിവേഷൻ മലയാളം.